ഇതത് ഒറ്റ നോട്ടത്തിൽ എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ ഡോൺ? അല്ല ബോൺ ബോസ്കോ. ഞാൻ നിങ്ങൾ എന്താ വിളിക്കണ്ടേ? എന്ത് വേണമെങ്കിലും വിളിച്ചാൽ മതി. തെറി വിളിച്ചോട്ടെ? മുഖത്തേക്കാണ്. നോക്കടാ, സേതുരാമയ്യർ അതേ നടത്തല്ലോ. സാറേ, ഒരു ഡോൾഫിൻ ചത്തോന്നിട്ടുണ്ട്. എടുത്ത് മുറിച്ച് ഫ്രൈ ആക്കിയിട്ട് സായിപ്പന്മാർ കൊടുക്കട്ടെ? ഒന്നും വേണ്ട, നീ ചെല്ല്. ഇതാരാ? ആരോട് എന്നോട് ചോദിച്ചാൽ പോരെ? എൻ്റെ വായിൽ നാക്കല്ല കിടക്കുന്നത്. ആള് ഭയങ്കര സ്മാർട്ടാണല്ലോ. എന്താ പേര്? യേശു. ആദ്യമായിട്ടാ ഇത്രയും സുന്ദരനായ ഒരു യേശുവിനെ ഇത്ര അടുത്ത് കാണുന്നത്. ഈ ഉപ്പേറ്റടിച്ചിട്ടാണ് സാറേ. നല്ല പൂമ്പഴം പോലെ ഇരുന്ന ചെയ്യാൻ. ഇപ്പൊ പുഴുങ്ങിയ പഴം പോലെ. ഇതെന്താ? ഇത് ചിക്കൻ കബൂർ കഴിക്കണം സാറേ, കഴിക്കണ്ട. ഇതൊക്കെ എടുത്തുകൊണ്ട് വരുന്നതിന് മുമ്പ് കൈയൊക്കെ വാഷ് ചെയ്തിരുന്നു? പിന്നെ അതെന്താ അങ്ങനെ ചോദിച്ചു? ഇല്ല, ഞാൻ പറഞ്ഞ സത്യമല്ലേ, കൈ കഴുകിയില്ലോ. ശരിയാ ഡാ, അത് ഞാൻ പോണ വഴിക്ക് സ്വിമ്മിംഗ് പൂളിൽ കഴിയിട്ട് പോകുള്ളൂ. അതുപോലെ യേശു രാവിലെ അപ്പിട്ടിരുന്നോ? പിന്നെ ഇട്ടു കുറച്ച്. എന്താ ഞാൻ അപ്പിട്ടാന്ന് പറയാൻ വേണ്ടി നിങ്ങളെന്റെ പുറകെ വന്നിട്ടുണ്ടായ? ഞാൻ ഇടാൻ നോക്കിയാ പോകണ്ടേ? അതങ്ങനെ ഇവിടുത്തെ പ്രശ്നമല്ലേ കഴിക്കണത്? എങ്ങനെയാണ്? അല്ല, അവൻ കൈ കഴുകിയിട്ടുള്ള അപ്പിട്ടുള്ള നിങ്ങൾക്ക് തന്നെ മനസ്സിലായി ജോണേട്ടാ? അതൊക്കെ മനസ്സിലാവും. അതെങ്ങനെ മനസ്സിലാവും? ചുമ്മാ ബ്ലഫ് ചെയ്തല്ലേ? അതൊരാളുടെ ബോഡി ലാംഗ്വേജ് കൊണ്ട് മനസ്സിലാവില്ലേ? ബോഡി ലാംഗ്വേജ് കൊണ്ട് എങ്ങനെ മനസ്സിലാവാം? അയാൾ കള്ളം പറഞ്ഞപ്പോൾ കൈ പുറകിലേക്ക് പോയത് ശ്രദ്ധിച്ചില്ലേ? അത്രേ ഉള്ളൂ. എന്നാലും കൈ പോയി എന്ന് വെച്ച് ഞാൻ കഴിഞ്ഞ 5-6 വർഷമായിട്ട് മൈക്രോ എക്സ്പ്രഷനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മൈക്രോ എക്സ്പ്രഷനാ? നിങ്ങൾ മെന്റലിസ്റ്റ് ആണെന്നല്ലേ പറഞ്ഞേ? ഇതൊക്കെ മെന്റലിസത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പൊ പ്രിയന്റെ മുഖത്ത് പുച്ഛമല്ലേ? ക്യൂരിയോസിറ്റിയാ? അല്ല, പുച്ഛം. എവിടെ? ഞങ്ങൾക്ക് കാണുന്നില്ലല്ലോ. എനിക്ക് കാണും. എങ്ങനെ? അത് ഈ എന്താ പറയുക, പ്രസൻസ് ഓഫ് മൈൻഡ്, ഒബ്സർവേഷൻ, അത്രേ ഉള്ളൂ. ഓഹോ, അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ കയറി വന്നപ്പോൾ എത്ര സ്റ്റെപ്പ് ഉണ്ടായിരുന്നു പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. 15. ഇവിടെ എത്ര റൂംസ് ഉണ്ട്? 12. അല്ല, അപ്പൊ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? ഞാനും അതെ. ഇതാ പഠിപ്പല്ല, നിന്റെ പഠിപ്പ് വേറെ അല്ലേ? എന്ത്? സ്കൈപ്പിൽ വരും ഷിബുക്കുട്ടൻ, മൂവ് ബാക്ക് പറയും ഷിബുക്കുട്ടൻ. അത് സ്കൈപ്പിൽ ഞാനൊരു ഓൺലൈൻ കോഴ്സ് ചെയ്തിരുന്നത്. പറയട്ടെ. ഡെന്നിയുടെ സെറ്റപ്പ് ആണല്ലേ? നിന്റെ കൈ പുറകിലേക്ക് പോയില്ല. ചെരുപ്പിടാലോ അല്ലേ? ഓക്കെ. ഇവിടെ ഇരുന്നപ്പോഴാ അന്ന് അവളെ മൊബൈലിൽ ഫോട്ടോ എടുത്തപ്പോൾ കാണാതായത്. എവിടെ ഇരുന്നപ്പോ? ഇവിടെ ഇങ്ങനെ ഹാഫ് ചന്തിയില്. നിങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു? ഇല്ല, അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓ, എൻ്റെ ഫ്രണ്ടാ. സ്പാനിഷ് ഫ്ലൈ. ഒന്നും നടന്നില്ലായിരുന്നു. ഇതിൽ നിന്നാ അന്ന് രാത്രി നോക്ക് വന്നു. ഓക്കെ. ഷിബു ഒറ്റയ്ക്കായിരുന്നു? എന്ത് ചെയ്യായിരുന്നു? പറയ്. അല്ല, സ്കൈപ്പില്. ഓ, അതാണ് ഓൺലൈൻ കോഴ്സ്. എല്ലാവരും മിടുക്കന്മാരാണല്ലോ. ഞാൻ ഡീസൻ്റ് ആണ്. അല്ല, ഞാൻ ഡീസൻ്റ് ആണ്. ഓ, ഇവിടെ വെച്ചാണ് പ്രേതം ഞങ്ങളുടെ ഫോട്ടോ എടുത്തത്. ശരി. കിട്ടാത്തോണ്ടല്ലോടാ നാളെ നീ ഡീസൻ്റ് ആണെന്ന് പറഞ്ഞു. ഫോട്ടോഗ്രാഫർ പ്രേതം. ഇവിടെ ഒന്നുമില്ലെന്നേ, നിങ്ങൾക്ക് വെറുതെ തോന്നണത്. അയ്യോ അല്ല, ഉണ്ട് ഉണ്ട് ഉണ്ട്. ഒന്നെങ്കിൽ ഇവിടെ പ്രേതമുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രാന്തുണ്ട്. നോക്കട്ടെ മൊബൈൽ. ഒരു ചുക്കൂല്ലെന്നേ? അല്ല, ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ആള് വല്ലതും പുറത്തേക്ക് പോയിട്ടുണ്ടാവും. വെയിറ്റ് ചെയ്യാം. അറിവുണ്ട് കണ്ടത്. അല്ല, ഇന്നലെ പ്രേതം വന്ന ഈ TV-യിലാണ്. പ്രേതമില്ലല്ലോ, നിങ്ങളല്ല വന്നേ. അതിന് ഞാൻ ഇവിടെ നിൽക്കാട്ടോ. സച്ചിൻ പോയ പിന്നെ എനിക്ക് എന്തോ ക്രിക്കറ്റ് ഇഷ്ടമല്ല. എന്തോ ഒരു കണക്ഷൻ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ. വെയിറ്റ്.
ഇറ്റ്സ് ഹിയർ. എന്താ ജോൺ? എന്റെ കൈയും കാലും മറിക്കുന്നു. ഏയ്, ജോൺ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളൊന്നും ചെയ്യാനുള്ള ശക്തി അതിനില്ല. എന്താ? ജോൺ